മാസ്റ്റർ ഭാസ്കരൻ വന്നു കേട്ടു. മാസ്റ്റർ ഇവിടെ? കുറച്ചു കൊല്ലായി ഇവിടെയാണ്. കമ്പനികൾ മാറി മാറി ഞാനിവിടെ എത്തി. നല്ല ഐറ്റംസ് കാണിച്ച ഒരു പ്രയോജനവുമില്ല മാസ്റ്റർ. എല്ലാവർക്കും ഷോ അല്ലേ വേണ്ടു, സ്കില്ലല്ല. നമ്മുടെ കൂടെ എവിടെയാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ. എന്നെ കൂടി നിങ്ങൾക്ക് പൊറുപ്പിക്കേണ്ടി വരും. ഞാൻ ഭാസ്കരൻ. ഹലോ, ഞാൻ ചന്ദ്രൻ. കണ്ണൻ, കൃഷ്ണൻകുട്ടി, മോഹൻ, സുഖു, വില്യംസ്. ഹലോ. ഭാസ്കരൻ വരുന്നു എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. കോൺട്രാക്ട് ശരിയാകാൻ ഞാൻ വരൂ. ഇവരുടെ വാക്കിന്റെ വില എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. അല്ല, നിങ്ങളൊക്കെ ഇതിനകത്താണ് കിടപ്പ്? ഒരു ഇതൊക്കെ കഴിയുന്നു. ഞാൻ പുറത്ത് കിടന്നോളാം. എനിക്കൊരു ചാർപ്പായ മതി. എനിക്കതാ ഇഷ്ടം. അല്ല, കസേരയൊന്നുമില്ല? കസേര ചോക്ര, 4-5 കസേര എടുത്തിട്ട് പാടും. കസേര പ്രൊപ്പറേറ്ററെ കാണാൻ വരുന്നവർക്ക് ഇട്ട് കൊടുക്കുന്ന കസേരകളെ ഉള്ളൂ പുറത്ത്. ഓഹോ, എന്നാ ബോക്സിൽ നിന്ന് കുറച്ച് ഇരുമ്പ് കസേര എടുക്ക്. ബാക്കി ടിക്കറ്റ് വിറ്റാൽ മതി എന്ന് പറ മാനേജരോട്. ഞങ്ങളൊക്കെ പിന്നെ തറയിലിരിക്കണം. കമാൻ ജൽദി. ഒരു കമ്പനി വിട്ടാ മറ്റൊന്ന്. അല്ലാതെന്താ? ചന്ദ്രന് മുമ്പ് എവിടെയായിരുന്നു? ഞാൻ കുട്ടിക്കാലത്ത് വന്നതാണ്. ഇവരൊക്കെ പലതിനും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗ്രേറ്റ് ഫെയറിലുള്ളപ്പോൾ ഭാസ്കരൻ ഉണ്ടായിരുന്നു. ഓ, എനിക്ക് ഓർമ്മയില്ല. 3 ദിവസമല്ലേ എന്നുള്ളൂ. ആ മാനേജരെ പിന്നെ ഞാൻ കണ്ടു. ഞാൻ കാരണം 2 സ്വർണ്ണപ്പല്ല് വെക്കാനുള്ള അവസരം കിട്ടി അയാൾക്ക്. അല്ല, സർക്കസ് മുതലാളിമാർക്കും മാനേജർമാർക്കും അതൊരു ഫാഷനാണല്ലോ. എല്ലാവരും എടുത്തിട്ടിരിക്കണം. അവർക്കൊക്കെ എയർ കണ്ടീഷൻ ക്യാബിൻ, സ്കോച്ച് വിസ്കി, ബഡാ കാർ. നമ്മളൊക്കെ ജീവൻ പണയം വെച്ച് കളിച്ചിട്ടാ ഇതിനൊക്കെ കാശുണ്ടാവുന്നത്. അല്ല, മുതലാളി എങ്ങനെ? സംസാരത്തിൽ വലിയ കുഴപ്പം തോന്നിയില്ല. എല്ലാവരും കണക്ക് തന്നെ അല്ലേ? അതിരിക്കട്ടെ, മെസ് എങ്ങനെയുണ്ട്? തരക്കേടില്ല. സൗകര്യങ്ങൾ പോരെന്ന് പറയാഞ്ഞിട്ടല്ല, നോക്കാം എന്ന് സ്ഥിരം മറുപടി. ഒന്നും നടക്കില്ലെന്ന്. സംഘടനയും തൊഴിൽ നിയമമൊന്നും ഇല്ലാത്ത വർഗമായി പോയില്ലേ നമ്മൾ? പിന്നെന്ത് ചെയ്യാൻ? മറ്റു പുള്ളികളുടെ സെല്ലുകളൊക്കെ ഒന്ന് കാണട്ടെ. അത് മാത്രം വേണ്ട, അവൻ ആള് ബദ്മാഷ. എടുക്കലവാ, പെമ്പിള്ളേരെ വിളയ്ക്കുന്ന പണി നിർത്താനായില്ലേ? എടേ, നീ ഇതുവരെ ചത്തില്ലേ? 2 തവണ തീർന്നെന്ന് കരുതി രക്ഷപ്പെട്ടു. അതിരിക്കട്ടെ, ഭാര്യ എവിടെ? നാട്ടിലാ. അടുത്ത് വരുന്നുണ്ട് എന്ന് കേട്ടു. ഇവൻ ഡെയർ ഡെവിൾ ഭാസ്കരൻ. എല്ലാരും സൂക്ഷിച്ചു. എന്ത് ഡെവിൾ? ആരോ പരസ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ പേര്. ആ പബ്ലിസിറ്റി സ്റ്റണ്ട് കേട്ട് നിങ്ങൾ ആരും ഭയപ്പെടണ്ട. ചിന്ന പയ്യനായിരിക്കുമ്പോഴും ഇവൻ ഡെയർ ഡെവിൾ താൻ. എന്നെ പറ്റി നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കഥകൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിൽ മുക്കാലും അതിശയോക്തിയാവും. റാവുജിക്ക് ഒന്നിനെയും പേടിയില്ല. ഏത് കാട്ടുമൃഗത്തിനെയും ഇണക്കും. പക്ഷെ ഒരാളുടെ മുമ്പിലെത്തിയാൽ പറയട്ടെ. ഒന്ന് ചുമ്മാ ഇരിക്കേ ഭാസ്കർ. ആരാ ജാനു? ജാനു ലക്ഷ്മി അടുത്തിന്റെ അടുത്തുണ്ടാവും. പാവം, മുമ്പ് ടോപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു ലക്ഷ്മി. ഇപ്പോൾ ഹെൽപ്പർ. അതിന് വെറും പനിയല്ല, എന്തോ സം കോംപ്ലിക്കേഷൻ, ഐ ആം ഷുവർ. കരിമ്പുലിക്ക് സുഖമില്ലാതെ കിടക്കുമ്പോൾ തമ്പി ഹെൽപ്പറുടെ കാര്യം ആര് നോക്കാൻ? ജാനുവിനെ വിളിക്കണോ? ട്രപ്പീസിൽ ഡബിൾ സമ്മർസോൾട്ട് ചെയ്യുമെന്ന് ആരോ പറഞ്ഞു. അതുകൊണ്ട് അന്വേഷിച്ചത്. ഹൈവയറിൽ ലാഡർ ഫീറ്റ് കാട്ടുന്നത് ഞാനാണ്. നല്ല ഐറ്റംസ് ചെയ്യുന്നവരെ പറ്റി ഞാൻ അന്വേഷിക്കും. എനിക്ക് അവരെ ബഹുമാനമാണ്. അരേ ബായ്, നീ വന്ന വകയിൽ വല്ലതും വാങ്ങിട്ടാ. ഇവിടെ എനിക്കൊരു കമ്പനിയില്ലേ ബായ്. ഞാൻ വരാൻ കളവാ, അടങ്ങിയിരി. റാവുജി, മണ്ണുത്തിന് ഡോക്ടർ എത്തിയിട്ടുണ്ട്. റാവു പറഞ്ഞാൽ കേൾക്കാത്ത പുലി പ്രൊഫസറെ കണ്ടാൽ സലാം കാട്ടുവോ? അവസാനം ഞാൻ തന്നെ മാറ്റേണ്ടി വരും അവന്റെ രോഗം. അയാൾ നോക്കട്ടെ. അവർക്കെങ്ങനെ? പനി കുറവുണ്ടോ? വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ജീപ്പ് ജമ്പിൽ ഒരു പെൺകുട്ടി കൂടെ ഇരുന്നാൽ കൂടുതൽ ഷോ ഉണ്ടാവും. ജാനുവിനിരിക്കാമോ? പേടിക്കാനൊന്നുമില്ല. ഓ സോറി, പറഞ്ഞില്ല. ഞാനാണ് പുതിയ കഥാപാത്രം, ഭാസ്കരൻ. ആളുകൾ പറയുന്നത് പോലെ അത്ര ഭയങ്കരനൊന്നുമല്ല. പിന്നെ നിലനിൽപ്പിന് വേണ്ടി സ്വല്പം പോക്കിരിയാണെന്നൊക്കെ ചിലയിടത്ത് അഭിനയിക്കും, അത്രേ ഉള്ളൂ. ഒഴിവുള്ളപ്പോൾ റിഹേഴ്സൽ നോക്കാം, എന്നിട്ട് തീരുമാനിച്ചാൽ മതി. റൈറ്റ്?
Ladies and gentlemen, we now present to you a daredevil item by the one and only Bhaskaran. ജാനു, ഒരു സെക്കൻഡ്. ഫൈൻ, നന്നായിരുന്നു. ഞാൻ കണ്ട പല ആർട്ടിസ്റ്റുകളെക്കാളും ഒരു ഗ്രേസ് ഉണ്ട് ജാനുവിന്റെ മൂവ്മെന്റ്സ്. ഓഫ് കോഴ്സ് വെറും ഷോ ആണെല്ലാം, എന്നാലും പുതിയതെന്തെങ്കിലുമൊക്കെ കാട്ടാൻ തോന്നും. നമുക്ക് കമ്പൈൻ ചെയ്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാമോ എന്ന് നോക്കിയാലോ? ശരിക്കും ഒരു ഡെയർ ഡെവിൾ ഐറ്റം. ജാനുവിന് ധൈര്യമുണ്ടെന്ന് തോന്നി കളിക്കുന്നത് കണ്ട. ഓക്കെ, രാവിലെ പുറപ്പെട്ടാൽ പോരെ? ഞാൻ പോകുന്നു എന്നറിഞ്ഞാൽ എല്ലാ സ്റ്റാഫും ആർട്ടിസ്റ്റുകളും 100 ഡിമാൻഡ് കൊണ്ടുവരും. പിന്നെ ഭക്ഷിസ്. ഇതും താൻ പഠിക്കേണ്ട ഒരു പാഠമാണ്. എമർജൻസിക്കുള്ള 5000 രൂപ സേഫിലുണ്ട്. ബോബി കാലത്ത് വരും. കാറ് പുറത്തുണ്ട്. മദ്രാസിലെ ഡാക്ടർ എന്നും വന്ന് ബ്ലാക്ക് പന്തറിനെ നോക്കട്ടെ. ഭേദമുണ്ട്, രക്ഷപ്പെടുമെന്ന റാവു പറഞ്ഞത്. ആ, ലഹരി ഇറങ്ങിയാൽ അയാൾ വേറെ വല്ലതും പറയും. ഓരോ ആഴ്ചയിലും അയാൾ വന്ന് നോക്കട്ടെ. എല്ലാ ഇൻസ്ട്രക്ഷൻസും ഞാൻ ഗോപിക്ക് കൊടുത്തിട്ടുണ്ട്. अंदर जाओ, अंदर जाओ. പാറു, ഗംഗ, യമുന, റാണി. ഇതിനാണോ രോഗം? ഹേയ്, രോഗമൊന്നുമല്ല. പുതിയ സ്ഥലത്ത് എത്തുമ്പോൾ എല്ലാ അനിമൽസും ഇങ്ങനെയൊക്കെയാണ്. അമ്മാവൻ ഒരേ ഭയം. മദ്രാസിൽ നിന്ന് ഡോക്ടർ വരുത്തി ഒരുപാട് ചികിത്സ ചെയ്യിച്ചു ചങ്ങാതി. ഇതിനെ കൊണ്ട് എന്ത് ചെയ്യിക്കും? നത്തിങ്, വെറും ഷോവിന്. എല്ലാം വെറും ഷോ അല്ലേ. ഇതിന്റെ കാലിനെന്ത് പറ്റി? വലത്തെ കാലിലെ ഫ്രാക്ചർ കഴിഞ്ഞ ക്യാമ്പിൽ പറ്റിയതാണ്. വയസ്സുമായി. ഉപകാരമില്ലെങ്കിൽ എന്തിനു പോറ്റണം? ആനയാണെങ്കിൽ വല്ല ക്ഷേത്രത്തിൽ നടയിരുത്തി പബ്ലിസിറ്റി ഉണ്ടാക്കാം. ലക്ഷക്കണക്കിന് വിലയുള്ള പന്തയക്കുതിരകളെ കൂടി ആക്സിഡന്റ് പറ്റിയാൽ ഷൂട്ട് ചെയ്ത് കളയും. ഇത് ചൈനീസ് ട്രൂപ്പാണ്. സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ. ഇവർ 4-5 ആളുണ്ട്. ഓഹോ, ഇവിടെ ഇത് ലേഡീസ് കോട്ടേഴ്സ്. ഓഹോ, മുതലാളിയുടെ മരുമകനാ. നമസ്തേ. നമസ്കാരം. സൗകര്യങ്ങളെല്ലാം ഉണ്ടല്ലോ? ഉണ്ട്. ക്യാബിനിൽ സെർവ് ചെയ്യാൻ ഇവരെ നിർത്താം. പണ്ട് നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ഓ, ഇവരോ? അങ്ങനെ ആരും വേണ്ട. വല്ല ഗസ്റ്റും വരുമ്പോഴല്ലേ. അപ്പൊ നല്ല സ്മാർട്ടായ ഏതെങ്കിലും കുട്ടികളെ നമുക്ക് വിളിക്കാം. വരൂ. വൺ സെക്കൻഡ്. പ്രൊപ്രൈറ്റർ ജൂനിയർ വന്നെന്ന് കേട്ടു. ഐ എം ഭാസ്കരൻ. ഇയാൾക്ക് ഏതെല്ലാം നമ്പേഴ്സ്? ജീപ്പ് ജമ്പ് മോട്ടോർ ബൈക്ക് വെസ്റ്റേണിൽ നിന്ന് അമ്മാവ് വരുത്തിയതാ. ജസ്റ്റ് എ മിനിറ്റ്. ഞങ്ങളുടെ താവളം ഒന്ന് സന്ദർശിക്കണം. ഏത് കമ്പനിയിലും ഞങ്ങളുടെ കാര്യം നോക്കാൻ ആളില്ല. ആണുങ്ങളായി പോയില്ലേ. വരണം മുതലാളി. പിന്നെ ആവട്ടെ. അമ്മാവന്റെ ഒരു കമ്പങ്ങൾ. ലുക്ക് അറ്റ് ഹിം. മാനേഴ്സ് ഇല്ലാത്ത റാസ്കൽ.
ഇവൾ ട്രപ്പീസിലെ ടോപ്പ് ആർട്ടിസ്റ്റാണ് ഇപ്പോൾ. പേരെന്താ? ജാനു. അതും ലേഡീസ് ക്വാർട്ടേഴ്സ് ആണോ? ഹെൽപ്പേഴ്സിനുള്ള ഡി ക്ലാസ്. അവിടെ ആർക്കും സുഖമില്ല. ഓഹോ. വരാ അവിടെ. ഇവനേതാ? ഒരു ക്ലൗണാണ്. നിനക്ക് ഇവിടെയാണ് ഡ്യൂട്ടി. ഫ്രണ്ട് ഗേറ്റിലെ ഡെക്കറേഷന് 10 ആളെ ഇട്ടതിൽ നിന്റെ പേരും കണ്ടല്ലോ. വേഗം പോകൂ. പ്രൊപ്പറേറ്ററുടെ ഭാഷ തുടങ്ങി. കുറച്ച് ഐസ് കിട്ടാൻ എന്താ വഴി? ഒരു ഡോക്ടറെ വിളിച്ച് കാണിക്കാൻ. ഡോക്ടർ മേനോൻ പറഞ്ഞ ട്രീറ്റ്മെന്റ് മതി. മാംസത്തിൽ ആ ടാബ്ലറ്റ് നമുക്ക് കുടിച്ചിടാം, അല്ലെങ്കിൽ ആട്ടിൻ ചോറി. നത്തിങ് ടു വറി. അമ്മാവൻ ട്രങ്ക് ചെയ്ത് പറഞ്ഞു എന്നോട് നോക്കാൻ. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. മാനേജർ, ഡോക്ടർ ആച്ചി. മൂപ്പർക്കത് വന്ന മുതൽക്ക് പരിഭ്രമമാണ്. ഓക്കെ ഡോക്ടർ. താങ്ക് യു. സാർ, സാർ, ഡോക്ടർ സാർ, സാർ, ഒരു സ്ത്രീക്ക് തീരെ വയ്യ ഡോക്ടർ, ഒന്ന് വന്ന് നോക്കണം. ഇവിടെ ഇദ്ദേഹം വെറ്ററിനറി പ്രൊഫസറാണ്, മനുഷ്യരുടെ പനി നോക്കുന്ന ഡോക്ടർ അല്ല. താങ്ക് യു ഡോക്ടർ. സോഡ. എന്താ നോക്കി നിൽക്കുന്നത്? ഫ്രിഡ്ജിലുണ്ട്. അമ്മാവിനൊന്നും നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ? നാണിയെടുത്തിയാണ് വിളിക്കാറ്. ഓഹോ. ജനറേഷൻ ഗ്യാപ്പ്. നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. സെക്കൻഡ് ഷോയ്ക്ക് സമയമായി. ഓക്കെ, then get ready. Yes, come in. മിസ്റ്റർ അനന്തൻ, എത്ര പേരാണ് പേറോളിൽ? ഒരു ന്യൂ ലുക്ക് കൊടുക്കണം. ഐ വൺ യങ് ബ്ലഡ്. പഴയ ആൾക്കാർ കുറച്ചുണ്ട്. എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെന്ന് കരുതി അമ്മാവൻ നിർത്തിയതാണ്. ബിസിനസ്സിൽ സിമ്പതിക്ക് സ്ഥാനമില്ല മിസ്റ്റർ അനന്തൻ. എനിക്ക് പരിപൂർണ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലേ ഞാൻ ചാർജ് എടുക്കുമെന്ന് അമ്മാവനോട് പറഞ്ഞിട്ടുണ്ട്. ഐ വിൽ ഷോ യു വാട്ട് ഐ കൻ ഡു ആൻഡ് ഐ വാണ്ട് പെർഫെക്റ്റ് ഡിസിപ്ലിൻ. വനജയെ വിളിക്കുന്നു. ആര്? മുതലാളി ഒരു ഗ്ലാസ് ഹോർലിക്സ് ചൂടാക്കി കൊടുക്കാനെന്ന് പറഞ്ഞു. ക്യാൻറ്റീനിൽ പറ. കാന്റീൻ അടച്ചില്ലേ? ആ, വേഗം ചെല്ല്. അടുക്കളപ്പണിക്ക് നമ്മൾ പോണോ നാണിയെടുത്തി? നേരത്തെ പരിചരണത്തിന് പോയല്ലേ ചിലര്. ഇന്റർവെല്ലിന് വിളിച്ചപ്പോ ഞാൻ ലീലയും കൂടെ പോയി. നീ ഇപ്പൊ പോണ്ട. കൽപ്പനയല്ലേ, പൊയ്ക്കോ. ആരും അത്ര പതിവ്രത ചമയണ്ട. കുറച്ചു ദിവസം കഴിഞ്ഞാൽ ക്യാബിൻ ഡ്യൂട്ടിക്ക് ആര് പോകണോ എന്നതിന് ഉന്തും തള്ളുമാകും ഇതിനകത്ത്. ഒന്ന് വേഗം വരുന്നുണ്ടോ? പുതിയ പാദുഷാവിന്റെ വാഴ്ച ശരിക്കും തുടങ്ങി. ഇതാ കണ്ടില്ലേ? സുൻ 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 ബഡ സുൻ ഇസ് ജംബേ മേ ബഡ ബഡ ഗുൻ കഹെ കബറായേ കഹെ കബറായേ. എന്നാ തമ്പി ഇന്നും തൂങ്കവില്ലയാ? ഉറക്കം വരുന്നില്ല റാവുജി. പ്രൊപ്പറേറ്ററുടെ മരുമകൻ പഠിച്ചവൻ, പബ്ലിക് സ്കൂൾ ബാക്ക്ഗ്രൗണ്ട്. അവനും ഒരു റാസ്കൽ. നീ കണ്ടില്ലേ? ആ,
വെസ്റ്റ് കൺട്രി സ്റ്റഫ് നോക്കണോ? ആ. എങ്കിൽ ഞാൻ തന്നെ നോക്കിക്കളയാം. എന്താ ഞാൻ ചന്ദ്രേട്ടനൊന്നും കാണുന്നില്ലേ? കാണുന്നുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? അന്തപ്പുരത്തിൽ സുൽത്താന്റെ ഊഴവും കാത്തിരിക്കുന്നവർ ഇനി എത്ര പേരുണ്ടാവും? നിങ്ങൾക്ക് എളുപ്പത്തിൽ പരിഹസിക്കാം. വമ്പന്മാരാണുങ്ങളല്ലേ? കീഴടങ്ങാൻ തയ്യാറായവരെ കീഴടങ്ങും. എന്നെ ചതിച്ചു, എന്നെ പിഴപ്പിച്ചു എന്നൊക്കെ പറയുന്ന ഒരൊറ്റ പെണ്ണിനോടും എനിക്ക് സഹതാവുമില്ല. വിളിച്ചപ്പോൾ അവൾ എന്തിനു പോയി? ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മുത്തശ്ശി കഥ പറഞ്ഞു തരാനാവും പാതിരാക്കി ക്ഷണിച്ചതെന്ന് അവൾ ധരിച്ചു പോയിരിക്കും. പാവം. ഭാസ്കരൻ, ഞാനിതെത്ര കണ്ടതാണ്. പോയില്ലെങ്കിൽ ചിലപ്പോൾ നാളെ പുറത്ത്. അവരെന്ത് ചെയ്യും? പുറത്തു പോയാൽ ഒരു കമ്പനി അല്ലെങ്കിൽ മറ്റൊരു കമ്പനി. ചുമടെടുത്തും കൂലിപ്പണി ചെയ്തും മാനമായി ജീവിക്കുന്നവരില്ലേ? അവർക്ക് കയറി കിടക്കാൻ ഒരു വീടുണ്ടാവും, സ്വന്തക്കാരുണ്ടാവും. ഇവിടെ എവിടെ ചെന്നാലും വലിയ ശമ്പളവും സൗകര്യവും കിട്ടുന്നവർക്ക് മറ്റുള്ളവരുടെ കാര്യം അറിയില്ല. ഞാനും ഈ ലോകത്ത് തന്നെയാണ് വളർന്നത്. എനിക്കറിയാം. അറിയില്ല. കുട്ടിക്കാലത്ത് വിലയ്ക്ക് വാങ്ങിയ പോലെ വീട്ടുകാർക്ക് എന്തെങ്കിലും കൊടുത്ത് കൊണ്ടുപോരുന്നവരാണ് അധികം. സോറി, ഞാൻ കഴിഞ്ഞ 10-12 വർഷം വടക്ക് മറാഠികളുടെ കമ്പനികളിലായിരുന്നു. അടിമക്കച്ചവടം നടപ്പില്ലല്ലോ. വീട്ടുകാരുണ്ടാവില്ലേ എവിടെയായാലും? അറിയാത്തതുകൊണ്ട് ചോദിക്കാണ് കുട്ടി, പരിഹസിക്കാനില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ആർക്കെങ്കിലും ഒരു കത്ത് കിട്ടാറുണ്ടോ? എനിക്കാരുടെയും കത്ത് വരാനില്ല. സ്വന്തക്കാരുള്ള ഒരു കത്തെഴുതും, പക്ഷേ മറുപടി വന്നാലും അറിയില്ല, കിട്ടില്ല. അവിടെ ലക്ഷ്മി അടുത്ത് പനിച്ച് പിച്ചും പേയും പറയുന്നു. അതന്വേഷിക്കാൻ ഇവിടെ ആരുണ്ട്? സഹതാപം കിട്ടാൻ പറഞ്ഞതല്ല ഇതൊന്നും.